നമുക്ക് ചുറ്റും നമ്മൾ പല വസ്തുക്കൾ കാണാറുണ്ട് അല്ലേ? ജലം കാണുന്നുണ്ട്, ഐസ് കാണുന്നുണ്ട്, നീരാവി കാണുന്നുണ്ട്. സോ നമുക്ക് ഖരം, ദ്രാവകം, വാതകം തുടങ്ങി പല വസ്തുക്കളും നമ്മൾ കാണാറുണ്ട്. ഈ ഓരോ വസ്തുക്കളും ഖരാവസ്ഥ ആയിക്കോട്ടെ, ദ്രാവകാവസ്ഥ ആയിക്കോട്ടെ, വാതകാവസ്ഥ ആയിക്കോട്ടെ, ഏത് അവസ്ഥയിലാണെങ്കിലും അവരുടെ പ്രത്യേകതകൾ നമ്മൾ പറയാൻ പോവാം അല്ലേ? ആർക്കൊക്കെയാണ് ഷേപ്പ് ഉള്ളത്, ആർക്കൊക്കെയാണ് മാസ് ഉള്ളത് അല്ലേ, ആർക്കൊക്കെയാണ് നിൽക്കാൻ സ്ഥലം ആവശ്യമുള്ളത്, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈച്ച് ആൻഡ് എവറിത്തിങ് പറയാൻ പോകുന്നു. സോ നോക്കടാ, ആകൃതിയുള്ളവയും ഇല്ലാത്തവയും. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് എന്താ മക്കളെ? ആകൃതിയുള്ളവർ, ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ്. നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ട് നിശ്ചിതമായിട്ട് ഒരാകൃതി ഉണ്ട് എന്ന് പറയാവുന്ന ആളുകൾ ആരൊക്കെയാണ് നമുക്ക് നിശ്ചിതമായ ആകൃതി ഇല്ല എന്ന് പറയാവുന്ന ആളുകൾ? ഓക്കെ, സോ നമുക്ക് നോക്കാം. എടാ, ആദ്യമായിട്ട് നമുക്ക് വാട്ടർ നോക്കാം. വാട്ടർ ആരെ നോക്കുന്നത്? നമ്മൾ വാട്ടറിനെ നോക്കുന്നത്, വാട്ടറിനെ. ഓക്കെ, സോ നമുക്ക് വാട്ടർ നോക്കാം. വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് നമ്മൾ പറയാറുണ്ട്, ജലം അല്ലേ? എടാ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് വാട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ വാട്ടർ എടുക്കുന്നത് ആ ഷേപ്പായിരിക്കും അയാൾക്ക് കിട്ടുക. ശ്രദ്ധിക്കണം, ഷേപ്പ് ആകൃതി അല്ലേ? എന്നാൽ എൻ്റെ കയ്യിൽ ഈ പേനയുണ്ട്. ഈ പേന ഞാൻ ഒരു പാത്രത്തിൽ വെച്ചു, എന്നിട്ട് നോക്കുകയാണ് ഷേപ്പ് മാറുന്നുണ്ടോ? ഇല്ല. ഈ പേന ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് വെച്ചു, വലിയ പാത്രം, അപ്പം നോക്കി, ഇല്ല, ഷേപ്പ് മാറുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി, ഖരവസ്തുക്കൾക്ക് പേന ഖരവസ്തുവാണ്, നിശ്ചിതമായ ഷേപ്പ് ഉണ്ട്, ഷേപ്പ് മാറത്തില്ല. എവിടെ വെച്ചാലും, ഏത് പാത്രത്തിൽ വെച്ചാലും, എവിടെ കൊണ്ടുപോയി വെച്ചാലും ഷേപ്പ് ആൾവേസ് സെയിം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജലം പോലെയുള്ള അല്ലെങ്കിൽ ദ്രാവക വസ്തുക്കൾ, ജനറലി പറയാം ദ്രാവക വസ്തുക്കൾ, ദ്രാവകം അല്ലേ, ദ്രാവകങ്ങൾ. ആരാ മക്കളെ? ലിക്വിഡ്സ്. ആരാണ്? ലിക്വിഡ്സ്. ദ്രാവകം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എന്ന് പറയാം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകൾ. സോ ജലം പോലെ, ഹണി പോലെ, കെറോസിൻ പോലെ ആരും ആയിക്കോട്ടെ, ലിക്വിഡ് ആണോ, അവർക്ക് ഷേപ്പ് ഉണ്ടോ ചോദിച്ചാൽ നിശ്ചിതമായ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല എന്ന് നമ്മൾ പറയാം. റെഡി? എന്നാൽ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത്, ഏത് വെസലിലാണ് എടുക്കുന്നത്, ആ ഷേപ്പായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. സോ വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ്. അത് ഏതിലാണോ എടുക്കുന്നത്, ഏത് പാത്രത്തിലാണോ എടുക്കുന്നത്, ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. വാട്ടർ പോലെ ലിക്വിഡ്സ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ഗ്യാസിനെ പറയുകയാണ്, ഗ്യാസ് അല്ലെങ്കിൽ വാതകം അല്ലേ? ഈ വാതക വസ്തുക്കൾക്ക് ഷേപ്പ് ഉണ്ടോ? ഈ ലിക്വിഡ്സിനെ ഷേപ്പില്ല. പിന്നെ അല്ലേ വാതകങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ? സോ അവർക്ക് ഷേപ്പ് ഉണ്ടോ? നെവർ എവർ, അവർക്ക് എന്തില്ല, ഷേപ്പില്ല. നമുക്ക് മനസ്സിലാക്കി വെക്കുക. എന്നാൽ സോളിഡ്സിന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഖരവസ്തുക്കൾക്ക് എന്തുണ്ടാ? ഷേപ്പ് ഉണ്ട്, നിശ്ചിതമായ ഷേപ്പ് ഉണ്ട്. മാത്രമല്ല അവർക്ക് സൈസും ഉണ്ട്. സാറ് പറയാൻ പോകുന്നു, സൈസിനെ കുറിച്ച് പറയാൻ പോവുക. എന്നാൽ എൻ്റെ കയ്യിൽ ചെറിയ ചതുരത്തിലുള്ള ഒരു ചെറിയ കല്ലുണ്ട്. എന്നാൽ മറ്റൊരു കല്ല് എൻ്റെ കയ്യിലുണ്ട്, വലിയ ഒരു കല്ലുണ്ട്. ഇതും എന്താണ്? സ്ക്വയർ ഷേപ്പിലാണ്, അല്ലെങ്കിൽ ചതുരാകൃതിയിലാണ്, ചതുരമാണ്, സ്ക്വയറാണ്. റെഡി അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് കല്ലുകളും ഒരേ ഷേപ്പാണോ, ഒരേ ആകൃതിയാണോ? അതെ സാർ, രണ്ടുപേരും എന്താണ്? സ്ക്വയർ ഷേപ്പാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കുമുള്ളത് ഒരേ ആകൃതിയാണ്. പക്ഷേ ഒരേ വലിപ്പമല്ല, ഒരേ സൈസ് അല്ല. കാരണം ഇയാൾ ചെറിയ ആളാണ്, ഇയാൾ വലിയ ആളാണ് അല്ലേ? രണ്ടുപേരും സ്ക്വയർ ഷേപ്പാണ്, രണ്ടുപേരും സ്ക്വയർ ആകൃതിയാണ്, ആകൃതി സെയിം ആണ്. പക്ഷേ രണ്ടുപേരുടെയും സൈസ് ഡിഫറൻ്റ് ആണ്. ഒരാൾ ചെറിയതാണ്, ഒരാൾ വലിയതാണ്. സോ നമുക്ക് പറയാം, സോളിഡ്സിന് എന്തുണ്ട്? ഷേപ്പ് ഉണ്ട്, മാത്രമല്ല സൈസും ഉണ്ട്. എന്താ പറയുക? സൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ എഴുതാം, എന്താണ്? ആകൃതി ഉണ്ട് അല്ലേ? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള, നിശ്ചിതമായിട്ടുള്ള ആകൃതി ഉണ്ട്. സിമിലർലി അവർക്ക് എന്തുണ്ട്? നിശ്ചിതമായിട്ടുള്ള ഒരു വലിപ്പം കൂടെ ഉണ്ടെന്ന് മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചോളാം. റെഡി അല്ലേ? സോ നമ്മൾ സോളിഡ്സിൻ്റെ കാര്യം പറഞ്ഞു, ലിക്വിഡ്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ആരായാലും കല്ലായാലും മരക്കഷ്ണമായാലും ഇവരൊക്കെ എന്താ മക്കളെ? ഖരവസ്തുക്കളാണ്. ഇനി നമുക്ക് നോക്കാം, ഏതൊരാളായാലും അല്ലേ, കല്ലിന് എന്തെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആകൃതി ഉണ്ടല്ലോ, കല്ലിന് ആകൃതിയുണ്ട്. ഇനി ഏതൊരു വസ്തുവാണെങ്കിൽ, നമ്മൾ ചുറ്റും കാണുന്ന ഏത് വസ്തുവായാലും, ഓരോ വസ്തു, വായു ആയിക്കോട്ടെ, ദ്രാവക അവസ്ഥയിലുള്ള ജലമായിക്കോട്ടെ, ഇനി ഐസ് കട്ടയായിക്കോട്ടെ, ഇരുമ്പിന് കഷ്ണമായിക്കോട്ടെ, ഏത് വസ്തുവാണെങ്കിലും, നമുക്ക് ചുറ്റും കാണുന്ന ഏത് വസ്തുവാണെങ്കിലും അവർക്ക് സ്ഥലം ആവശ്യമുണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ദേ നീഡ് സ്പേസ്, ദേ ഓക്യുപ്പൈ സ്പേസ്. സോ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും നിൽക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. ഏത് വസ്തുവാണെങ്കിലും സ്ഥലം ആവശ്യമാണ്, നിൽക്കാൻ സ്ഥലം ആവശ്യമാണ്, സ്പേസ് നിർബന്ധമാണ്.
റെഡി അല്ലടാ? റെഡി അല്ലേ? ഓക്കെ. ഇനിയോ എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്. എടാ എയറിന് ഭാരമുണ്ടോ സാറേ? എയറിന് ഭാരമുണ്ടോ? ഉണ്ടടാ, എയറിന് എന്തുണ്ട്? ഭാരമുണ്ട്. നമ്മൾ പയർ വിത്തുകൾ പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇട്ട് വീർപ്പിച്ച് ബലൂൺ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ വെള്ളക്കുപ്പിക്ക് ഭാരമല്ലേ? ഉണ്ട്. വെള്ളക്കുപ്പിയിൽ വെള്ളം നിറച്ചാൽ ഭാരം കൂടൂലേ? കൂടും. അപ്പോൾ ജലത്തിന് ഭാരമല്ലേ? ഭാരമുണ്ട്. ഏതൊരു വസ്തുവാണെങ്കിലും അവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഭാരമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഭാരം എല്ലാവർക്കും സ്പേസ് ആവശ്യമാണ്. അതുപോലെ ഇവിടെ എന്തുണ്ട്? നമ്മളെല്ലാവർക്കും വെയിറ്റ് ഉണ്ട് അല്ലേ? ഏത് വസ്തുവാണെങ്കിലും അവർക്ക് എന്തുണ്ട് മക്കളെ? വെയിറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? പറഞ്ഞു വെക്കുകയാണ്. സോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഖരവസ്തുക്കൾ, ദ്രാവക വസ്തുക്കൾ, വാതക വസ്തുക്കൾ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അവരുടെ ഷേപ്പ്, സൈസ് എന്നിവ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ വസ്തുക്കൾക്ക് എല്ലാവർക്കും മാസ് അല്ലെങ്കിൽ ഭാരമുണ്ട്, ഇവർക്ക് എല്ലാവർക്കും നിൽക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തായാലും വരും മക്കൾ, എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് വെക്കുക. ഇതുമായി കണക്ട് ചെയ്ത് എന്ത് ചോദിച്ചാലും ഇനി എൻ്റെ മക്കൾ എഴുതൂലേ? ഓക്കെ. സോ all the best.